ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബൾബിൻ്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ഇതുപോലൊരു ബോക്സ് കിട്ടിയാൽ നമ്മൾ ചെയ്യാറ് പെൻ ഹോൾഡർ, അതായത് പെന്നൊക്കെ ഇട്ട് വെക്കുന്ന പെൻ സ്റ്റാൻഡ്, അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരു വാൾ ഡെക്കോറൊക്കെ പോലെ, ഒരു ഹാങ്ങിങ് ഡെക്കോറൊക്കെ പോലെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കിളിക്കൂടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ കിളിക്കൂട്ടിൻ്റെ ഒരു മേൽക്കൂര വേണമല്ലോ. അപ്പോൾ ആ ഒരു മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വേറൊരു ഇതിൽ നിന്നും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു കാർഡ്ബോർഡിൻ്റെ ഇത് നിന്ന് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ്, ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മേൽക്കൂരൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വെച്ച് നോക്കിയതാണ് കറക്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു മേൽക്കോലിൻ്റെ കാർബണിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ നേരെ മേലെയായിട്ട് ഈ ഒരു മേൽക്കൂരൻ്റെ സൈഡിലും നടുവിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഹാങ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പഞ്ച് ചെയ്തിട്ടാണ് ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ ജസ്റ്റ് ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോൾ മതി, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഈർക്കിലോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് ഹാങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ നേരത്തെ ബോക്സ് എടുത്തു, അതായത് ഇതിൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ലൈവ് ബൾബിൻ്റെ ആ ഒരു ബോക്സ് എടുത്തു. അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ആ റൗണ്ടിൻ്റെ ഇങ്ങനത്തെ ഒരു ഭാഗം നമ്മളൊരു ഓപ്പൺ പോലെ കൊടുത്തിട്ട് അത് മാറ്റി കളഞ്ഞു കേട്ടോ. ഇനി ഈ ബോക്സ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഇതിൻ്റെ മേലെ ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ടിഷ്യൂ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഫെവിക്കോൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലെല്ലാം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ 2 ലെയർ ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടിഷ്യൂൻ്റെ മേലെ വേറൊരു ടിഷ്യൂ കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടാണ് നല്ലൊരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തു. ഇത് അടിയിലത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇതേപോലെ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചാൽ നല്ലൊരു ബേസ് കിട്ടും. നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവാനും നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ലെയറിൽ കൂടുതൽ വെച്ചാൽ കുറച്ചും കൂടെ ഫിനിഷിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ ഒറ്റ ലെയറിൽ വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ആ ടിഷ്യൂ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നമ്മൾ 2 ലെയറായിട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിത് ഹോൾസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് അവിടെയുള്ള ആ ഒരു ടിഷ്യൂ ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി മടക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബോക്സ് നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്തു. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഈ ഒരു മേൽക്കൂരേൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഫെവിക്കോൾ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ബാക്കി വന്ന ഭാഗങ്ങൾക്ക് അടിയിലേക്ക് മടക്കിയിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ജസ്റ്റ് കവർ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം അതങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗമായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ട് കുറച്ചധികം സമയം തന്നെ നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം ആ ഒരു ഫെവിക്കോൾ ഒട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ടിഷ്യൂവിൽ ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഞാൻ ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പെയിൻറ്റിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ്റ് ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ കളർ ആ ഒരു ബോക്സിനും കുറച്ച് ഈ ഒരു ഗ്രീൻ കളർ, അതായത് ഇതൊരു കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രീനാണ് ഞാൻ മേൽക്കൂരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കും അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ഷെയ്ഡ് താഴെയും കൊടുത്തു. ഈ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ മേലെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതാ ഈ ഒരു അതിൽ വെക്കാനുള്ള, അതായത് നമ്മൾ കിളിക്കൂടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കിളി വേണമല്ലോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കിളീനെ വരച്ചിട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരേ ഷേപ്പിൽ തന്നെ 2 കിട്ടാൻ വേണ്ടിയിട്ട് 2 മടക്കാക്കിയിട്ടൊക്കെയാണ് ഞാൻ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പോസിബിൾ എല്ലാം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തതിനും കൂടെ ഒന്ന് വരക്കാം. എന്നിട്ട് എനിക്ക് അങ്ങനെ അറിയുന്ന രീതിയിൽ ഒരു കിളീൻ്റെ ഷേപ്പിലൊക്കെ വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബ്രഷ് പെൻ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ മേലെ ഇങ്ങനെ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ചുണ്ടിന് ചുവപ്പ് കളറും കാലിന് ബ്ലാക്ക് കളറൊക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഒരു ബ്ലാക്ക് കളർ മാർക്കർ പെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് കൊണ്ട് വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് കളർ മാർക്കർ പെന്നൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ അടുത്ത് പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം, അതായത് ഒന്നിങ്ങനെ എടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിളിയാണെന്ന് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാലും കൈ അവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ആ ഒരു വരച്ച ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ ഭാഗം കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ബ്രഷ് പെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കർ പെന്നോ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി
കംപ്ലീറ്റ് വരും കേട്ടോ. എന്തായാലും ഇതിൻ്റെ മേലെ ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു പണിയാണ്. പക്ഷേ ഇതിലും ഈസിയാണ്, നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് പെയിൻറ്റോ ബ്രഷോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ രണ്ടും അങ്ങനെ ആ ഒരു കിളീനെ രണ്ടും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിളിയും സെറ്റായിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ട്രൈ ആവാൻ വേണ്ടി വെച്ചു. ഇനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു കമ്പാണ്. അപ്പോൾ കമ്പിൻ്റെ മേലെ ഇതേപോലെ എൻ്റെ അടുത്തുണ്ടായിരുന്ന എംബ്രോയിഡറിൻ്റെ നൂല് കെട്ടിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മുകളിലത്തെ ഹോളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഹോളിൽ കൂടെ ഞാൻ ഈ ഒരു കമ്പും ആ ഒരു നൂലും കൂടെ കടത്തി വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കടത്തി വിട്ട് അതിനുശേഷം അതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടുക്ക് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ കടത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇറുക്കിൽ എന്തെങ്കിലും കമ്പൊക്കെ എടുത്താൽ മതി. എൻ്റെ അടുത്തുണ്ടായിരുന്ന ബാമ്പൂ സ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു കാഷ്ണം ഞാൻ ഇതേപോലെ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ആ ഒരു നൂല് എംബ്രോയിഡറിൻ്റെ നൂലും കൂടെ ഇങ്ങനെ അതിലിങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മേൽക്കൂരിൻ്റെ മുകളിലും ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഹാങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്കിത് ആ ഒരു മേൽക്കൂരിൻ്റെ അടിയിൽ കൂടെയും നമുക്ക് ഈ ഒരു ഹോളൊന്നും ഇട്ട് കൊടുക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷേ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുന്നതായത് തന്നെ പെട്ടെന്ന് തന്നെ ഇളകി പോരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാകുമ്പോൾ ഒരിക്കലും ഇളകി പോരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെയും ഞാൻ ആ ഒരു നൂലിങ്ങനെ കടത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട് ഹാങ് ചെയ്യുന്ന സംഭവങ്ങൾ സെറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിളീനെയും കൂടി സെറ്റാകാൻ വിചാരിച്ചു. അപ്പോൾ കിളി അപ്പോഴത്തേക്കും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഒരു കിളീനെ ഇതിലേക്ക് നമ്മുടെ കൂട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഈ ഒരു കിളീനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലും കൂടുതൽ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കിളീനെ ഉണ്ടാക്കിയെടുക്കാം. ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഇതിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ഗ്ലൂ ഗണ്ണ് ആക്കി കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് നോക്കിട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈസിയാണ്. ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഫേഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ജനലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഹാങ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്തപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ കിളിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിട്ടിയപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും നമ്മളിത് വെറുതെ കളയുന്ന ആ ഒരു ബൾബിൻ്റെ ബോക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ ഇങ്ങനത്തെ ഏതെങ്കിലും ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഐഡിയ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാ.